സംഭവം തൈര് സാധമാണ്. പക്ഷേ ഇത് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നല്ല ചൂട് സമയമല്ലേ, ബോഡിയൊക്കെ ഹീറ്റായിരിക്കുന്ന ടൈമാണ്. ഇതുപോലെ കഴിച്ചാൽ ഉള്ളൊക്കെ ഒന്ന് തണുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിച്ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് പച്ചരിച്ചോറ് തന്നെയാണ്. നല്ലോണം തന്നെ ഉടച്ചു കൊടുക്കുക. കൂടെ വലിയൊരു കപ്പ് കട്ടത്തൈരാണിത്, പുളി കുറഞ്ഞത്, അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടാണ് കേട്ടോ ഈ തൈര് സാധിക്കുക. ഇതിൻ്റെ ഒരു പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനുമാണ് നമ്മളൊരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരല്പം ഇഞ്ചി പൊടിയായി എരിഞ്ഞത് അതും ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ. ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. അതിലേക്ക് ഞാൻ നെയ്യാണ് എടുക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഒരു നുള്ള് കടുക്, ചെറിയ ജീരകം ഇടുന്നുണ്ട്, അതുപോലെ കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ അല്പം കായപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം കാഷ്യൂസും അതുപോലെ കിസ്മിസൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ. കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ കിസ്മിസ് കടിക്കുമ്പോൾ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ വറവാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പോംഗ്രനേറ്റൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കിയിരിക്കും. അത് റൈസ് കഴിക്കണമെന്ന് തന്നെ തോന്നില്ലത് കണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എഗ്ഗ് മസാലയൊക്കെ തേച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പൊട്ടറ്റോ അടിച്ച കുരുമുളകും ചെറിയ ജീരകമൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താണ്. കൂടെ തന്നെ അല്പം പപ്പടം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.